പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടും ആയിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 40-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഇഷ്ടങ്ങളില്ലാത്തവരില്ല. ഓരോരുത്തർക്കും അവരവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് വിവിധ ഇഷ്ടങ്ങളുണ്ട്. ഭക്ഷണം എല്ലാവർക്കും ആവശ്യമാണ്. എന്നാൽ എല്ലാ രുചിയും എല്ലാ ഭക്ഷണങ്ങളും എല്ലാവർക്കും ഇഷ്ടമല്ല. ഭക്ഷണ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉള്ളതുപോലെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും നിറത്തിൻ്റെ കാര്യത്തിലും താമസ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും കൃഷി കാര്യങ്ങളിലും എന്ന് വേണ്ട എല്ലാ മേഖലകളിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരാളിൻ്റെ ഇഷ്ടം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ എന്തായി തീരണമെന്ന് അവർക്കിഷ്ടം ഒരിഷ്ടമുണ്ട്. ആ നിലയിൽ അവർ എത്തിച്ചേരുന്നതിനായി അവർ ഉപദേശിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. എന്നാൽ ചിലർ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനപ്പുറം ഉന്നതരും ചിലർ മാതാപിതാക്കൾക്ക് ദുഃഖം വരുത്തത്തക്ക വിധം അധംപതിക്കുന്നവരുമായിരിക്കും. എന്നാൽ മറ്റു ചിലർ തങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിച്ചേരുവാൻ കഴിയാതെ വ്യാകുലപ്പെടുന്നവരുമായിരിക്കും. എന്നാൽ ഓരോ മനുഷ്യനെയും ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവൻ്റെ സൃഷ്ടാവായ ദൈവത്തിന് ആ വ്യക്തിയെക്കുറിച്ച് ചില ഇഷ്ടങ്ങളുണ്ട്. അതനുസരിച്ച് അവർ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷവും ദൈവ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കാതെ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ മറ്റാരുടെയെങ്കിലും ഇഷ്ടത്തിനോ അനുസരിച്ചോ സാത്താൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടോ ജീവിക്കുന്നു എന്നതാണ് സത്യം. എന്നാൽ ഓരോ ദൈവ പൈതൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കാം, ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ അറിയും? ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ അറിയുവാൻ കഴിയും? എവിടെയാണ് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ഇവിടെയാണ് വചനത്തിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ തന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം പുസ്തക ചുരുളിൽ കുറിച്ചിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവ ഇഷ്ടം വളരെ വ്യക്തമായി ദൈവവചനത്തിൽ നമുക്ക് കാണുവാനും നമുക്ക് കഴിയും, മനസ്സിലാക്കുവാൻ കഴിയും. വചനത്തിൽ നിന്ന് പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചുവടുകൾ വെച്ച മാതൃകാ പുരുഷനാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവ് പറയുന്നത് പ്രകാരമാണ് താൻ തൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം പിതാവ് തന്നെ ഏൽപ്പിച്ചത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. പ്രിയ ദൈവവേദലി, ദൈവ ഇഷ്ടം നിറവേറുവാൻ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ദുഃഖങ്ങളും സുഖങ്ങളുമൊക്കെ ത്യജിക്കേണ്ടതായി വരും എന്നുള്ള ഒരു പാഠം ഇതിൽ കൂടെ നമുക്ക് കർത്താവ് തരുകയാണ്. തൻ്റെ ഇഷ്ടം സ്തോത്രം നിറവേറ്റുവാനല്ല, ദൈവ ഇഷ്ടം നിറവേറ്റുവാൻ. അപ്പോൾ ചില ഘട്ടങ്ങൾ താൻ അനുഭവിക്കേണ്ടി വന്നാലും ദൈവ ഇഷ്ടം നിറവേറുക എന്നതായിരുന്നു യേശുക്രിസ്തു ആഗ്രഹിച്ചത്. യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നതും ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതും ദൈവ ഇഷ്ടം തൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കർത്താവ് പറയുന്ന വാക്കുകൾക്ക് പ്രത്യേകതയുണ്ട്. യേശുവിന് തൻ്റെ ഇഷ്ടമാണ് മുന്നിൽ നിന്നിരുന്നതെങ്കിൽ മരണത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കാമായിരുന്നു. എന്നാൽ പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ മാത്രമേ നിറവേറുകയുള്ളൂ എങ്കിൽ തൻ്റെ ഇഷ്ടമല്ല, പിതാവിൻ്റെ ഇഷ്ടം തന്നെ നിറവേറണം എന്നതായിരുന്നു കർത്താവിൻ്റെ ആഗ്രഹവും ഇഷ്ടവും. ദൈവിക സന്ദർശനം ഉണ്ടായ പൗലോസ് ദൈവ ഇഷ്ടത്തിനായി കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ ഉടൻ ഉത്തരം നൽകാതെ ചില ദിവസങ്ങൾക്ക് ശേഷം അനന്യാസിൽ കൂടെയാണ് അത് അറിയിച്ചത്.
ഒന്നാമതായി നാം അവൻ്റെ ഇഷ്ടം ദൈവ ഇഷ്ടം അറിയുവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദൈവം തൻ്റെ ഇഷ്ടം നമ്മെ അറിയിക്കും. അത് എങ്ങനെയായാലും പ്രവചനത്തിൽ കൂടെ ആയാലും ദൈവദാസന്മാരിൽ കൂടെ ആയാലും വചനത്തിൽ കൂടെ ആയാലും ദർശനത്തിൽ കൂടെ ആയാലും അത് ദൈവം അറിയിക്കുക തന്നെ ചെയ്യും. യോസഫിനെ കുറിച്ചുള്ള ദൈവ പദ്ധതി, യോസഫ് ദർശനം കാണുവാനിടയായി. അത് വെളിപ്പെടുത്തി യോസഫിന് സ്തോത്രം. അപ്പോൾ വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ നാം നിവർത്തിച്ച് കഴിയുമ്പോൾ അടുത്തത് എന്നുള്ള നിലയിലാണ് ദൈവം വീണ്ടും നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം അറിയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും ഒരുമിച്ച് വെളിപ്പെടുത്തി തരണമെന്നില്ല. രണ്ടാമതായി എല്ലാവരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ശുദ്ധീകരണം പ്രാപിക്കണമെന്നുള്ളതാണ്. വിശുദ്ധ ജീവിതം നയിക്കുക, ശുദ്ധ ഹൃദയവും വചനവും അനുസരിച്ചുള്ള ജീവിതം നാം പ്രാപിക്കണം. വിശുദ്ധിയും ജീവിതവും ഇല്ലാത്തവർക്ക് ദൈവ ഇഷ്ടം അത് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. വിശുദ്ധ ജീവിതവും വേറുപാടുമില്ലാത്തവർക്ക് ദൈവ ഇഷ്ടത്വം എന്താണെന്ന് തിരിച്ചറിയുവാൻ ഒരിക്കലും കഴിയുകയില്ല. ചിലപ്പോൾ ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കണമെന്നതായിരിക്കും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇഷ്ടം. നാം മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണമെന്നുള്ളതായിരിക്കും ചിലപ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം. നന്മ ചെയ്യുവാൻ അവസരവും സാഹചര്യവും അതിനുള്ള വഴിയും ഉണ്ടായിട്ടും ചെയ്യാത്തവൻ അത് പാപമാകുന്നു എന്നും വചനം പറയുന്നു. നന്മ ചെയ്യുവാൻ കഴിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെയാണ്. കഷ്ടം വരുമ്പോഴും നാം നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണമെന്നും തിരുവചനം പറയുന്നു. കർത്താവിൻ്റെ വേലക്കാരെ സ്നേഹത്തോടെ കരുതുക, തമ്മിൽ സമാധാനമായിരിക്കുക, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുക, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുക, തിന്മ ചെയ്യാതിരിക്കുക, നന്മ ചെയ്യുക, എപ്പോഴും സന്തോഷിക്കുക, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, ആത്മാവിനെ കെടുക്കാതിരിക്കുക, പ്രവചനം തുച്ഛീകരിക്കാതിരിക്കുക, നല്ലത് മുറുകെ പിടിക്കുക, സകലവിധ ദോഷവും വിട്ടകലുക. ഇതെല്ലാമാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ദൈവവേദനയെ ദൈവവചനം പ്രമാണിപ്പാനും ദൈവ ഇഷ്ടം ചെയ്യുവാനുമുള്ള പൂർണ്ണ ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിന് അതാണ് ഇഷ്ടം. നല്ലവണ്ണം നാം ഇഷ്ടമുള്ളത്, ദൈവത്തിന് ഇഷ്ടമുള്ളത് നാം നല്ലവണ്ണം പ്രവർത്തിക്കണം. പ്രിയ ദൈവവേദനയെ ദൈവ ഇഷ്ടം വചനത്തിൽ നിന്നും തിരിച്ചറിയുവാൻ കഴിയണം. ദിനംതോറും ദൈവവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് തന്നോടുള്ള ഇഷ്ടം ദൈവ ഇഷ്ടം വചനത്തിൽ വെളിപ്പെടുത്തി തരും. ദൈവ ഇഷ്ടത്തിന് ഹല്ലേലൂയ എതിർത്തു നിന്നാൽ തകർന്നു പോകും എന്നതിനും സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകാതെ വിജയിച്ച അനേക ഭക്തന്മാരുണ്ട്. വിജയിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. ആകയാൽ ഈ പ്രഭാതം ദൈവ ഇഷ്ടം ഇന്നതൊന്ന് തിരിച്ചറിയുക. നാം സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം ദൈവത്തെ വരുതിയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മറിയ പറഞ്ഞു, ഇതാ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരൊക്കെ സമർപ്പിച്ചിട്ടുണ്ടോ അവരൊക്കെയും ദൈവഹിതത്തിന് ഇഷ്ടവണ്ണം, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം അവരെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. കർത്താവിൻ്റെ ദാസിദാസന്മാർ, ഈ പ്രഭാതം ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തികളാണോ നാം? അല്ലെങ്കിൽ ദൈവ ആലോചനകൾക്കൊത്തവണ്ണം, ദൈവിക വചനത്തിനൊത്തവണ്ണം നാം ജീവിക്കുന്നവരാണോ എന്നൊന്ന് ഓർത്തു നോക്കിയേ. ഇന്ന് പ്രഭാതം അനേകർ തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് അവരുടെ ഇഷ്ടം ദൈവം നിറവേറ്റുവാൻ വേണ്ടിയിട്ട് മാത്രം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, കർത്താവേ നിന്റെ ഇഷ്ടം നിറവേറുവാൻ, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് എത്ര പേർക്ക് ഇന്ന് പ്രഭാതം പറയുവാൻ കഴിയും? പ്രിയ ദൈവവേദനേ, ദൈവ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു ദൈവവൈതൻ്റെ ജീവിതത്തിൽ രോഗമാകട്ടെ, കഷ്ടമാകട്ടെ, പ്രതികൂലമാകട്ടെ, ഏത് വന്നാലും ആ ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം ഏൽപ്പിച്ചു കൊടുത്താൽ കഷ്ടത അവന് സാരമില്ല, കണ്ണുനീര് അവന് സാരമില്ല, ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസ് പറയുവാനിടയായത് അവൻ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഞാൻ ആരെ
ആമേൻ വിശ്വസിച്ചിരിക്കുന്നു. അവൻ എൻ്റെ ഉപനിധി. ആമേൻ സ്തോത്രം. അവനിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. യോബ് പറയുന്നു, യഹോവേ നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അവൻ ദൈവ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവപൈതലേ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഉള്ളിലിരിക്കുന്ന, ന്യായപ്രമാണത്തിൽ ജീവിക്കുന്ന ആമേൻ വിശുദ്ധന്മാരെ, ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽ ആമേൻ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിശ്ചയമായും നമ്മുടെ ആമേൻ ദൈവ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാളെ അത് നമ്മുടെ ഇഷ്ടമായി ദൈവം നമുക്ക് മാറ്റിത്തരും. ആമേൻ. ഇന്ന് പകൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ആമേൻ ഭാര്യ തടസ്സമായിരിക്കാം, ഭർത്താവ് തടസ്സമായിരിക്കാം, മക്കൾ തടസ്സമായിരിക്കാം, ആമേൻ മാതാപിതാക്കൾ തടസ്സമായിരിക്കാം, സ്നേഹിതർ തടസ്സമായിരിക്കാം, ചിലപ്പോൾ സ്തോത്രം വിദ്യാഭ്യാസം തടസ്സമായിരിക്കാം, ജോലി തടസ്സമായിരിക്കാം, ആരോഗ്യം തടസ്സമായിരിക്കാം, സമൂഹം തടസ്സമായിരിക്കും. ഏത് ആമേൻ തടസ്സങ്ങൾ വന്നാലും ദൈവ ഇഷ്ടത്തിന് ഉള്ള തടസ്സങ്ങളെ, ഏത് പ്രതികൂലങ്ങളെ ദൈവസന്നിധി നിലവിളിച്ച കുഞ്ഞെ ആമേൻ ചെങ്കടൽ മാറ്റിയതുപോലെ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം എരിഹോം നിന്റെ മുന്നിൽ ആമേൻ സ്തോത്രം ആമേൻ ദൈവജനത്തിൻ്റെ മുന്നിൽ വീണതുപോലെ, ആമേൻ യോർദാൻ പിൻവാങ്ങിയതുപോലെ പ്രതികൂലങ്ങളെ മാറ്റി ദൈവ ഇഷ്ടം നിറവേറുവാൻ ദൈവം നിനക്കായി വാതിലുകളെ തുറക്കുവാനുണ്ട്. ദൈവ ഇഷ്ടത്തിന് ഇന്ന് പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ദൈവ പൈതലാണെങ്കിൽ ആ ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഇന്ന് പ്രഭാതം പൂർണ്ണമായി ഏൽപ്പിച്ചാട്ടെ. ഈ വചനം അതിന് ആമേൻ ഒരു കാരണമായി തീരട്ടെ. ഈ ആമേൻ ഇന്നത്തെ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദൈവിക ഉടമ്പടിക്കും ആമേൻ ദൈവിക ഇഷ്ടത്തിനും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പകലായി മാറട്ടെ. അതിനായി ഈ പ്രഭാതം ആമേൻ സ്തോത്രം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ ദൈവത്തിലടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു എന്ന് കർത്താവേ അടിയങ്ങളും ആമേൻ സ്തോത്രം ഹല്ലേലൂയ സമർപ്പണത്തോടുകൂടെ ഇന്ന് പ്രഭാതം പറയുവാൻ സ്വർഗം കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ദാസന്മാരെ എല്ലാവരെയും ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകൾക്കായി സ്തോത്രം. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.